Zoho FSM ൽ സർവീസസ് ആൻഡ് പാർട്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി FSM ഓപ്പൺ ചെയ്യുക. അതിൽ സർവീസ് ആൻഡ് പാർട്സ് ക്ലിക്ക് ചെയ്യുക. സർവീസസ് ആൻഡ് പാർട്സ് മൊഡ്യൂൾ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സർവീസസ് ആൻഡ് പാർട്സ് ആണ് ഇവിടെ കാണുന്നത്. ഒരു ന്യൂ സർവീസ് ക്രിയേറ്റ് ചെയ്യാനായി റൈറ്റ് സൈഡിൽ കാണുന്ന ക്രിയേറ്റ് ബട്ടണിൽ സർവീസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് സെക്ഷനിൽ സർവീസ് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ സർവീസ് നെയിം എൻ്റർ ചെയ്യുക, യൂണിറ്റ് സെലക്ട് ചെയ്യുക, യൂണിറ്റ് പ്രൈസ് എൻ്റർ ചെയ്യുക, ഡ്യൂറേഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സർവീസ് ടാസ്ക് ആണ്. ഈ ഒരു സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ചൈൽഡ് ടാസ്ക് അല്ലെങ്കിൽ സബ് ടാസ്ക് ആണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് വരുന്നത് ജോബ് ഷീറ്റ്സ് ആണ്. ഈ ഒരു സർവീസ് കംപ്ലീറ്റ് ചെയ്യാനായി ടെക്നീഷ്യൻ യൂസ് ചെയ്യുന്ന റീയൂസബിൾ ആൻഡ് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഫോംസ് ആണ് ജോബ് ഷീറ്റ്സ്. ഒരു ന്യൂ ജോബ് ഷീറ്റ് ആഡ് ചെയ്യാനായി ഇവിടെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്ത് ഒരു ജോബ് ഷീറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുള്ള ജോബ് ഷീറ്റ് ഇവിടെ അവൈലബിൾ ആവുന്നതാണ്. അതിൽ നിന്നും സെലക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിനു ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സർവീസ് ഇവിടെ സർവീസസ് ആൻഡ് പാർട്സ് മൊഡ്യൂളിൽ ആഡ് ആയി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് സർവീസസ് ആൻഡ് പാർട്സിൽ ഒരു പാർട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി സർവീസസ് ആൻഡ് പാർട്സ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ക്രിയേറ്റ് ബട്ടണിൽ പാർട്ട് സെലക്ട് ചെയ്യുക. ഒരു സർവീസ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ ഫിസിക്കൽ ഐറ്റം അല്ലെങ്കിൽ മെറ്റീരിയൽ ആണ് പാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ യൂണിറ്റ് സെലക്ട് ചെയ്യുക, യൂണിറ്റ് പ്രൈസ് എൻ്റർ ചെയ്യുക, സേവ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള AC ഫിൽട്ടർ ഇവിടെ സർവീസസ് ആൻഡ് പാർട്ടിൽ ആഡ് ആയി വന്നിട്ടുണ്ട്.